നമസ്കാരം. നമ്മളിന്ന് കണ്ഠനകം ദാറുൽ ഹിദായ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഗസ്റ്റ് 2025 പ്രവർത്തന റിപ്പോർട്ടിലേക്കാണ് ഒരു നോട്ടമിടുന്നത്. നമസ്കാരം. നിങ്ങൾ തന്നെ ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ ശരിക്കും പരീക്ഷ, പിന്നെ ഓണാഘോഷം, ഇതിന്റെയൊക്കെ ഒരു തിരക്കിനിടയിൽ ആ സ്കൂളിൽ എന്തൊക്കെ നടന്നു എന്നതിന്റെ ഒരു നല്ല ചിത്രമാണ് കിട്ടുന്നത്. അതെ, ഓഗസ്റ്റ് മാസം പൊതുവെ സ്കൂളുകൾക്ക് തിരക്കുള്ള സമയമാണല്ലോ. പരീക്ഷകൾ വരും, ഓണം വരും. ശരിയാണ്. ഇതിലിപ്പോ അധ്യയനം, പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ, പാഠ്യേതര പ്രവർത്തനം, പിന്നെ സ്കൂളിലെ സൗകര്യങ്ങൾ കൂട്ടുന്നത്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരുവിധം എല്ലാ മേഖലകളും സ്പർശിച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ. അപ്പോൾ നമുക്ക് ഈ മാസത്തെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കൂളിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു എനർജി എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, തുടങ്ങാം അല്ലേ? തുടങ്ങാം. അപ്പോൾ ആദ്യം അക്കാദമിക് കാര്യങ്ങൾ തന്നെ നോക്കാം. മാസം തുടങ്ങിയത് തന്നെ ഓഗസ്റ്റ് 1 ഒരു കരിയർ ദിനത്തോടെയാണ്. അത് നല്ലൊരു തുടക്കമാണ്. പ്രിൻസിപ്പൽ PK അസ്ഹറാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വേണ്ടി സ്കൂളിലെ കരിയർ ഗൈഡ് ഹസ്ന MAയും പിന്നെ കെമിസ്ട്രി ടീച്ചർ ജിഷ ജോസും ക്ലാസ് എടുത്തു. കെമിസ്ട്രിയിലെ ഉപരിപഠന സാധ്യതകളെക്കുറിച്ചായിരുന്നു ജിഷ ടീച്ചറുടെ ക്ലാസ്. കൊള്ളാം. അതോടൊപ്പം മറ്റ് ടീച്ചർമാരും അവരുടെ വിഷയങ്ങളിലെ കരിയർ സാധ്യതകൾ കുട്ടികളുമായിട്ട് സംസാരിച്ചു. തീർച്ചയായും. ഈയൊരു കാര്യം, അതായത് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പരീക്ഷയുടെ ആ ഒരു ചൂടിലേക്ക് പോകും മുമ്പേ എന്ത് പഠിക്കണം, എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കൊടുക്കുന്നത് അത് നല്ല കാര്യമാണ്. ശരിയാണ്. വെറുതെ പഠിക്കുക എന്നതിൽ നിന്ന് മാറി ഒരു ലക്ഷ്യം കിട്ടും കുട്ടികൾക്ക്. അതെ അതെ. അതും പല അധ്യാപകർ അവരുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് അത് കുട്ടികൾക്ക് കൂടുതൽ ഓപ്ഷൻസ് അറിയാൻ സഹായിച്ചിട്ടുണ്ടാവും. പിന്നെ അതേ ദിവസം തന്നെ ഡെയിലി ഡോസ് എന്നൊരു പരിപാടി തുടങ്ങിയെന്നും റിപ്പോർട്ടിൽ കണ്ടു. അതെന്താണ്? ദിവസവും പൊതുവിജ്ഞാനം, കരിയർ വിവരങ്ങളൊക്കെ വാട്സാപ്പ് വഴിയും നോട്ടീസ് ബോർഡിലും കൊടുക്കുന്നൊരു രീതി. ഓക്കെ, വിവരങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നത് നല്ല കാര്യമാണ്. അതെ, സ്ഥിരമായിട്ട് എന്തെങ്കിലും വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണല്ലോ. തീർച്ചയായും. പ്രത്യേകിച്ച് ഈ കരിയർ കാര്യങ്ങളൊക്കെ. അവസരങ്ങൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ ഇത് നല്ലതാണ്. പിന്നെ +1 കുട്ടികൾക്ക് വേണ്ടി ഓഗസ്റ്റ് 5 ഒരു പ്രത്യേക അസംബ്ലി നടന്നു. പഠനം, ശുചിത്വം, അച്ചടക്കം, ഇതിനെക്കുറിച്ചൊക്കെ പ്രിൻസിപ്പളും ജിഷ ജോസ്, നൌഫൽ ഖാദർ, ഷെമീന CM എന്നീ ടീച്ചർമാരും സംസാരിച്ചു. പുതിയ കുട്ടികളല്ലേ +1, അവർക്കൊരു ഓറിയന്റേഷൻ പോലെ. അതെ. അതോടൊപ്പം തന്നെ പഠനത്തിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അഡോപ്ഷൻ ആൻഡ് മെന്ററിംഗ് എന്നൊരു പദ്ധതി ഓഗസ്റ്റ് 13 തുടങ്ങി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ടീച്ചർക്കും കുറച്ചു കുട്ടികളിലൂടെ ഒരു പ്രത്യേക ചുമതല കൊടുത്തു, അവർക്ക് വ്യക്തിഗത ശ്രദ്ധ കിട്ടാൻ വേണ്ടി. ഈയൊരു പേഴ്സണൽ അറ്റൻഷൻ അത് ശരിക്കും കുട്ടികളുടെ പഠനത്തിലും അവരുടെ ഒരു ആത്മവിശ്വാസത്തിലുമൊക്കെ വലിയ വ്യത്യാസമുണ്ടാക്കും. വലിയ ക്ലാസ് ആവുമ്പോൾ ചിലപ്പോൾ എല്ലാവരിലേക്കും ഒരുപോലെ ശ്രദ്ധ എത്തണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു മെന്ററിംഗ് സിസ്റ്റം അത് വളരെ നല്ലതാണ്. ഇതിന്റെ ഒരു ഫലം എങ്ങനെയാണെന്ന് പിന്നീട് അറിയാൻ താല്പര്യമുണ്ട്. ശരിയാണ്. പിന്നെ പരീക്ഷയുടെ കാര്യങ്ങൾ. ഓഗസ്റ്റ് മാസം പരീക്ഷകളുടെ ഒരു മാസം കൂടിയായിരുന്നല്ലോ. +2 ഫസ്റ്റ് ടേം എക്സാം ഓഗസ്റ്റ് 18 മുതൽ 27 വരെ നടന്നു. +1 മിഡ് ടേം എക്സാമും നടന്നു. അതിന്റെ കൂടെ തന്നെ +1 കുട്ടികൾക്ക് പരീക്ഷാ ദിവസങ്ങളിൽ പ്രത്യേക കോച്ചിങ്ങും കൊടുത്തിരുന്നു. അത് കൊള്ളാം. പരീക്ഷയോടൊപ്പം തന്നെ അതിനുള്ള തയ്യാറെടുപ്പിനും സപ്പോർട്ട്. അതെ. പിന്നെ +1 റീവാലുവേഷന്റെ റിസൾട്ട് വന്നു. 7 പേർക്ക് മാർക്ക് കൂടി എന്നും പറയുന്നുണ്ട്. അത് കുട്ടികൾക്കൊരു സന്തോഷമായി കാണും. തീർച്ചയായും. ആ ഒരു പ്രോത്സാഹനവും പ്രധാനമാണ്. അപ്പോൾ അക്കാദമിക് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ നോക്കാം. NSS യൂണിറ്റ് അത് വളരെ ആക്റ്റീവായിരുന്നു എന്ന് തോന്നുന്നു. അതെ, റിപ്പോർട്ടിൽ NSSനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. യൂണിറ്റ് ലീഡർമാരായ ആയിഷ മിന്നയും റന റഷീദും സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 2 മുതൽ 4 വരെ. നല്ല കാര്യം. ലീഡർഷിപ്പ് ട്രെയിനിംഗ് കിട്ടുമല്ലോ. പിന്നെ സ്കൂളിൽ കർക്കിടക കഞ്ഞി വിതരണം നടത്തി ഓഗസ്റ്റ് 8. അത് സ്കൂളിൽ മാത്രമല്ല, തൊട്ടടുത്തുള്ള മാനസഗ്രാമം എന്നൊരു സ്ഥലത്തും കൊടുത്തു എന്നത് എടുത്തു പറയുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. NSSന്റെ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അത് പുറത്തേക്കും എത്തുന്നു. അതെ, സമൂഹവുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ സഹായിക്കും. ശരിയാണ്. ആ മാനസഗ്രാമത്തിൽ കൊടുത്തത് ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പിന്നെ അതേ ദിവസം ഓഗസ്റ്റ് 8 സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. സ്കൂൾ ഇലക്ഷൻ അത് സാധാരണ ഒരു ഇലക്ഷൻ പോലെ തന്നെയാണ് നടത്തിയത്. ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ തന്നെയായിരുന്നു പോളിംഗ് ഓഫീസർമാരൊക്കെ. കൊള്ളാം. ഒരു മിനിയേച്ചർ ഇലക്ഷൻ തന്നെ. അതെ. മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഫാത്തിമ ഷജ ചെയർപേഴ്സണായും ഫാത്തിമ ഹിബ KV ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഒരു അനുഭവം
ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. വോട്ട് ചെയ്യാനും മത്സരിക്കാനും ഇലക്ഷൻ നടത്താനൊക്കെ കുട്ടികൾ പഠിക്കുകയാണ്. അതെ, പൗരബോധം വളർത്താൻ ഇത് നല്ലതാണ്. തീർച്ചയായും. NSSലേക്ക് തിരിച്ചുവന്നാൽ പുതിയ +1 വോളണ്ടിയർമാരെ തെരഞ്ഞെടുത്തു ഓഗസ്റ്റ് 20-ന്. പുതിയ ബാച്ച്. അവർക്ക് ഓഗസ്റ്റ് 21-ന് കുറ്റിപ്പുറം ക്ലസ്റ്റർ കൺവീനർ കെ അബ്ദുസലാം ഒരു ഓറിയന്റേഷൻ ക്ലാസും നൽകി. യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി പോകാൻ ഇത് സഹായിക്കും. പിന്നെ ഈയിടെ അന്തരിച്ച NSS സംസ്ഥാന ഓഫീസർ ഡോക്ടർ RN അൻസറിന് സ്കൂളിൽ ആദരാഞ്ജലി അർപ്പിച്ചുവെന്നും പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യം, അദ്ദേഹത്തിന്റെ സേവനങ്ങളെ ഓർക്കുന്നത്. സാംസ്കാരിക കാര്യങ്ങളും നടന്നിട്ടുണ്ട്. സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായിട്ട് കുട്ടികളെ 3 ഹൗസുകളായിട്ട് തിരിച്ചു. ഓഗസ്റ്റ് 19-ന്. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. പിന്നെ ഓഗസ്റ്റ് 27-ന് സൗഹൃദ ദിനത്തിൽ ചങ്ങാതിക്കൊരു തൈ എന്ന പേരിലൊരു പരിപാടി. അതെന്താണ്? കുട്ടികൾ അങ്ങോട്ടുമിങ്ങോട്ടും മരത്തൈകൾ കൈമാറി എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി നടണം എന്നാണ് തീരുമാനം. ഹായ്, അത് രസായിട്ടുണ്ടല്ലോ. ഫ്രണ്ട്ഷിപ്പും പ്രകൃതിയും ഒരുമിച്ച്. അതെ, ഒരു നല്ല ആശയം. വെറുതെ തൈ കൊടുക്കുക മാത്രമല്ല, അത് നടണം, വളർത്തണം എന്നുകൂടി പറയുന്നത് ഒരു തുടർപ്രവർത്തനം കൂടിയാണ്. നല്ല ചിന്ത. അപ്പോൾ അക്കാഡമിക്സ്, സാമൂഹിക സേവനം, പരിസ്ഥിതി, കല എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പരീക്ഷ, കലോത്സവം, ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. സ്വാഭാവികം. കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഏകോപിപ്പിക്കാനും മീറ്റിംഗുകൾ വേണമല്ലോ. പിന്നെ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് ടീച്ചർമാർക്ക് ഡെയിലി ഡ്യൂട്ടി ഏർപ്പെടുത്തി. ഓഗസ്റ്റ് 5 മുതൽ. സ്കൂളിലെ ഡിസിപ്ലിനും ക്ലീൻലിനെസ്സുമൊക്കെ ഉറപ്പാക്കാനാണിത്. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ക്രമീകരണം. എല്ലാ ടീച്ചർമാർക്കും ഒരു കൂട്ടുത്തരവാദിത്തം വരും. സ്കൂൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഓഗസ്റ്റ് 6-ന് ജില്ലാ കോർഡിനേറ്ററുടെ നേതൃത്വത്തിലുള്ള സേഫ്റ്റി കമ്മിറ്റി സ്കൂൾ സന്ദർശിച്ചു. എന്നിട്ടെന്തായി? അവർക്ക് പൊതുവെ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ പുതിയ കെട്ടിടം പണിയുന്നതിന്റെ കുറച്ച് വേസ്റ്റൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് മാറ്റാൻ നിർദ്ദേശം തന്നു. ഓക്കെ, ഒരു ഫീഡ്ബാക്ക് കിട്ടിയല്ലോ. അതെ, അത് പിന്നീട് ഓഗസ്റ്റ് 26-ന് JCB ഒക്കെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോ നിർദ്ദേശം നടപ്പാക്കി. നല്ല കാര്യം. സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ലല്ലോ. പിന്നെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാർട്ട് കെയർ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു സംരംഭത്തിനു വേണ്ടി ടീച്ചർമാരിൽ നിന്നൊരു സംഭാവന പിരിച്ചു. ഓഗസ്റ്റ് 7-ന്. സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾക്ക് പിന്തുണ. ഒരു പ്രധാന കാര്യം, കുട്ടികളുടെ ബസ് യാത്രാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിൽ സ്കൂൾ ഇടപെട്ട് ഓഗസ്റ്റ് 14-ന് പോലീസിലൊരു പരാതി കൊടുത്തു. അത് ശ്രദ്ധേയമാണ്. സ്കൂളിന്റെ ഉത്തരവാദിത്തം ക്യാമ്പസിനകത്ത് ഒതുങ്ങുന്നില്ല. അതെ, SI നേരിട്ട് ഇടപെടാമെന്ന് ഉറപ്പു നൽകിയെന്നും പറയുന്നു. അത് വളരെ നല്ലൊരു ഇടപെടലാണ്. കുട്ടികൾ സ്കൂളിൽ വരുന്നതും പോകുന്നതും സേഫായിരിക്കണമല്ലോ. രക്ഷിതാക്കൾക്കും അതൊരു ആശ്വാസമാകും. ഭരണപരമായ കാര്യങ്ങളിൽ സ്കൂൾ മാനേജറായിട്ട് PV മുഹമ്മദ് മൗലവിക്ക് ഗവൺമെന്റ് അംഗീകാരം കിട്ടി. ഓഗസ്റ്റ് 20-ന്. പുതിയ മാനേജർ. ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ച PH അനീഷ് സാറിനെയൊക്കെ റിപ്പോർട്ടിൽ പ്രത്യേകം ഓർക്കുന്നുണ്ട്. പിന്നെ ഓഫീസ് കാര്യങ്ങള്, ഷെരീഫ ടീച്ചറുടെ പെൻഷൻ കേസ്, കയ്യൂം സാറിന്റെ PF ക്ലോഷർ അപേക്ഷ, അതൊക്കെ തീർപ്പാക്കാനുള്ള നടപടികളും തുടങ്ങി. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ സ്മൂത്തായി നടക്കുന്നത് നല്ലതാണ്. പുതിയ മാനേജർ വരുന്നത് സ്കൂളിനൊരു പുതിയ ഊർജം നൽകിയേക്കാം. ഇനി സൗകര്യങ്ങളുടെയും പരിസ്ഥിതിയുടെയും കാര്യത്തില് കുറച്ച് നല്ല കാര്യങ്ങൾ കൂടിയുണ്ട്. സ്കൂളിലൊരു പച്ചത്തുരുത്തുണ്ട്. അതായത് ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നൊരു സ്ഥലം. അത് ഹരിത കേരളം മിഷൻ നടത്തിയൊരു സർവേയില് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. ഓഗസ്റ്റ് 22-ന്. കൊള്ളാം, അതൊരു അംഗീകാരമാണല്ലോ. അതെ. പിന്നെ സ്കൂളിന്റെ മെയിൻ ഗേറ്റ് അത് പെയിന്റ് ചെയ്ത് മനോഹരമാക്കി. ഓഗസ്റ്റ് 25-ന്. എന്നിട്ട് അവിടുന്ന് വിരമിച്ച N അബ്ദുൽ ഖയ്യൂം മാസ്റ്ററുടെ പേര് കൊടുത്തു. N അബ്ദുൽ ഖയ്യൂം മാസ്റ്റർ ഗേറ്റ്. അത് നല്ലൊരു ജെസ്ചറാണ്, അധ്യാപകരെ ആദരിക്കുന്നത്. അതിനുള്ള പണം കണ്ടെത്തിയത് 2024-25-ലെ NSS ബാച്ചിലെ കുട്ടികളാണ് എന്നും പറയുന്നുണ്ട്. അപ്പോ കുട്ടികളുടെ ഒരു പങ്കാളിത്തം കൂടിയുണ്ട് അതില്. അത് അവർക്ക് സ്കൂളിനോടുള്ളൊരു സ്നേഹം കൂട്ടും. തീർച്ചയായും. പിന്നെ നേരത്തെ പറഞ്ഞ നിർമ്മാണ വേസ്റ്റൊക്കെ JCB വെച്ച് നീക്കം ചെയ്തു. ഓഗസ്റ്റ് 26-ന് പരിസരം വൃത്തിയാക്കി. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വരാതിരിക്കാനുള്ള മുൻകരുതലായിട്ട് കിണറിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തു. ഓഗസ്റ്റ് 28-ന്. അത്യാവശ്യമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് സ്കൂളുകളില്. മാസാവസാനം ഓഗസ്റ്റ് 29-ന് ഓണാഘോഷം ഗംഭീരമായി നടന്നു. പൂക്കള മത്സരം, ഓണസദ്യ, കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആഘോഷങ്ങളില്ലാതെ സ്കൂൾ ജീവിതം പൂർണ്ണമാകില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പണി. അത് ഓഗസ്റ്റ് 30 ആയപ്പോഴേക്കും അവസാന ഘട്ടത്തിലാണ്. അത് വളരെ നല്ല വാർത്തയാണ്. അടുത്ത മാസം അത് തുറന്നുകൊടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ.
തീർച്ചയായും സ്കൂളുകളിലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സൗകര്യമാണത്. അത് പൂർത്തിയാകുന്നത് വലിയൊരു കാര്യമാണ്. പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തും. ഇതിനെല്ലാം ഇടയിൽ സ്കൂളിന് മൊത്തത്തിൽ അഭിമാനിക്കാൻ പറ്റുന്നൊരു വാർത്ത കൂടിയുണ്ട് റിപ്പോർട്ടിൽ. അതെന്താണ്? ഒരു പഴയ വിദ്യാർത്ഥിനി ഫാത്തിമത്ത് മുഹ്സിന ഭുവനേശ്വർ എയിംസിൽ MBBSന് അഡ്മിഷൻ നേടി. കൊള്ളാം. അതും എയിംസിൽ. അതെ, ഓഗസ്റ്റ് 16-നാണ് ഈ വിവരം കിട്ടിയത്. നല്ല നീറ്റ് റാങ്ക് ഉണ്ടായിരുന്നു മുഹ്സിനക്ക്. സ്കൂള് നേരത്തെ തന്നെ ഈ കുട്ടിയെ അനുമോദിച്ചിരുന്നു. ഇത് ശരിക്കും ഇപ്പോഴുള്ള കുട്ടികൾക്ക് വലിയൊരു മോട്ടിവേഷനാണ്. ആണ്. സ്വന്തം സ്കൂളിൽ പഠിച്ച ഒരാൾക്ക് ഇത്രയും വലിയ വിജയം നേടാൻ പറ്റിയെന്നത് അവരിലും ഒരു ആത്മവിശ്വാസമുണ്ടാക്കും. സ്കൂളിനും അധ്യാപകർക്കും ഇതൊരു വലിയ അംഗീകാരം തന്നെയാണ്. ശരിയാണ്. ഇനി റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അടുത്ത മാസത്തേക്കും അതിനപ്പുറത്തേക്കുമുള്ള ചില പ്ലാനുകൾ പറയുന്നുണ്ട്. ഭാവി പരിപാടികൾ. പരീക്ഷയുടെ റിവ്യൂ നടക്കും, PTA മീറ്റിംഗ് വിളിക്കും, പുതിയ ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്യും, പിന്നെ കലോത്സവം, ശാസ്ത്രോത്സവം, സ്പോർട്സ് മീറ്റ്, ഇതൊക്കെ വരാനുണ്ട്. അടുത്ത മാസവും തിരക്കായിരിക്കും. അതിലുപരിയായി പേൾ പ്ലാൻ എന്നു പേരുള്ള ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാനും വിഷൻ 2030 എന്നൊരു ദീർഘകാല പദ്ധതിയും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഹ്രസ്വകാല പരിപാടികൾക്കപ്പുറം ഒരു ലോങ് ടേം വിഷനുമുണ്ട്. അതെ, സ്കൂളിന്റെ 30-ാം വർഷത്തിലേക്ക് കടക്കുകയാണവർ. അപ്പോ അക്കാഡമിക്കായും ഭൗതികമായും വലിയൊരു മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത്. പുതിയ മാനേജർ PV ഉസ്താദിന്റെ നിയമനത്തിലുള്ള പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ പേൾ പ്ലാൻ വിഷൻ 2030 ഇത് സ്കൂളിനൊരു ദിശാബോധം നൽകും. വെറുതെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിനു പകരം ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും. 30-ാം വാർഷികത്തിൽ ഇത് തുടങ്ങുന്നത് നല്ലൊരു ടൈമിംഗ് ആണ്. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഇത് ഗുണം ചെയ്യും. അപ്പോ ഈ കണ്ടനകം സ്കൂളിലെ ഓഗസ്റ്റ് മാസത്തെ റിപ്പോർട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? പരീക്ഷയുടെ തിരക്കിനിടയിലും ശരിക്കും അക്കാഡമിക്സ്, കുട്ടികളുടെ ക്ഷേമം, സോഷ്യൽ ആക്ടിവിറ്റീസ്, പിന്നെ സ്കൂളിന്റെ ബിൽഡിംഗ് കാര്യങ്ങൾ, ഭാവിയിലേക്കുള്ള പ്ലാനിങ്, എല്ലാത്തിനും ഒരുപോലെ ശ്രദ്ധ കൊടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ശരിയാണ്. ഒരു ഡൈനാമിക് ആയിട്ടുള്ള മുന്നോട്ടു പോകുന്ന ഒരു സ്കൂൾ കമ്മ്യൂണിറ്റിയുടെ ചിത്രമാണ് കിട്ടുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആ ബസ് പ്രശ്നം പോലെ. അതെ. പിന്നെ നിർമ്മാണ വേസ്റ്റിന്റെ കാര്യം, അതുപോലെ അവസരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കരിയർ ഗൈഡൻസ്, NSS പ്രവർത്തനങ്ങളൊക്കെ. അതോടൊപ്പം ഭാവിയിലേക്ക് നോക്കുന്നുമുണ്ട്. ഈ പിയറൽ പ്ലാൻ, വിഷൻ 2030 ഒക്കെ അതിന്റെ തെളിവാണ്. കുട്ടികളുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, അതാണ് ലക്ഷ്യമെന്ന് വ്യക്തം. 30 പോലുള്ള പദ്ധതികൾ, അതായത് ഒരു സ്കൂൾ അവരുടെ ദിവസേനയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന്റെ കൂടെ ഇങ്ങനെ ഒരു 5-10 വർഷം മുന്നോട്ട് കണ്ടുകൊണ്ട് ചില പ്ലാനുകൾ ഉണ്ടാക്കുന്നത്. അതാ സ്കൂളിലെ കുട്ടികളുടെയും ടീച്ചർമാരുടെയും ഒരുപക്ഷെ ആ നാട്ടിലെ സമൂഹത്തിന്റെ തന്നെയും ഭാവിയെ മാറ്റാൻ എത്രത്തോളം സാധ്യതയുള്ളൊരു കാര്യമായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. തീർച്ചയായും അതിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. കണ്ടനകം സ്കൂളിന്റെ ഈ റിപ്പോർട്ടിലൂടെയുള്ള ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഒപ്പം വന്നതിന് നന്ദി.